ഇന്ന് നോമ്പിൽ 5-ാം ദിനം. ബന്ധങ്ങൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ധ്യാനം. ചില ആവശ്യങ്ങൾ അറിയിക്കുകയോ നമ്മുടെ പരിവേദനങ്ങൾക്ക് പരിഹാരം തേടുകയോ അല്ല പ്രാർത്ഥന. സമസ്ത മനുഷ്യ യാഥാർത്ഥ്യത്തെയും ലോകചരിത്രത്തെയും പ്രകൃതിയെയും ഉൾക്കൊള്ളുന്ന ദൈവരാജ്യ സാക്ഷാത്കാരത്തിനായുള്ള രൂപരേഖയാണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഇഴയടുപ്പം ബന്ധങ്ങളിലൂടെ നെയ്തെടുക്കാൻ കർത്താവ് പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവവും മനുഷ്യനും, മനുഷ്യനും മനുഷ്യനും, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തെ പുഷ്കലമാക്കാൻ സാധിക്കൂ. ലോകത്തിൻ്റെ ക്രമരാഹിത്യത്തിനെതിരായ ജനകീയ മുന്നേറ്റമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് കാൽബാത്താണ്. യേശുവിൻ്റെ ജീവിത ദർശനം വ്യക്തമാക്കുന്ന ഈ പ്രാർത്ഥനയിൽ തൻ്റെ ശിഷ്യരും ഒരു ചങ്ങലയിലെ കണ്ണികളെപ്പോലെ ആഴമുള്ള ബന്ധത്തിൽ ആകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. വെള്ളമുണ്ടും വെള്ളയുടുപ്പും നടന്നോ സൈക്കിളിലോ ആണ് യാത്ര. കയ്യിൽ കുറേ കടലയോ ചെറിയ മിഠായിയോ എപ്പോഴും കരുതും. സിഹോറയിലെ ഗ്രാമങ്ങളിൽ തലങ്ങും വിലങ്ങും സഞ്ചരിക്കും. ഭവനങ്ങൾ സന്ദർശിക്കും. കാണുന്നവരോടെല്ലാം കുശലം പറയും. ദൈവസ്നേഹത്തെപ്പറ്റി പറയും. കയ്യിലിരിക്കുന്ന കപ്പലണ്ടി കുറിക്കാൻ കൊടുക്കും. പാതയോരത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കും. തികഞ്ഞ പ്രാർത്ഥനാ ജീവിതം നയിച്ചിരുന്ന ലളിത ജീവിതത്തിൻ്റെ ഉടമയായിരുന്ന മല്ലപ്പള്ളിക്കാരനായ ജോർജ് വർഗീസ്. അന്നാട്ടുകാരും പിന്നെ എല്ലാവരും സ്നേഹത്തോടെ സാധുജി എന്നായിരുന്നു വിളിച്ചിരുന്നത്. സിഹോറയിലെ ഗ്രാമങ്ങളിൽ സുവിശേഷ വെളിച്ചം വീശി ജനഹൃദയങ്ങളിൽ വിശുദ്ധിയുടെ ആഴമായ ബന്ധത്തിൻ്റെ ആൾരൂപമായി എന്നും നിലനിൽക്കുകയാണ് സാധുജി. നമുക്ക് പരിശീലിക്കാൻ ശ്രമിക്കാം. നമ്മുടെ നിയോഗ വഴികളിൽ ദൗത്യത്തിൻ്റെ സൗരഭ്യവും പ്രാർത്ഥനയുടെ വിശുദ്ധിയും ബന്ധങ്ങളുടെ ഊഷ്മളതയും കവിഞ്ഞൊഴുകുന്ന നീർച്ചാലുകൾ പോലെയാകട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.